മക്കളെ സ്നേഹാമസ് ആണ്. നമ്മുടെ ഫുട്ബോൾ കെ ദിൽ കാ രാജ എന്ന് പറയുന്ന പാഠത്തിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ പെലെയെ കുറിച്ചിട്ടാണ്. പെലെയുടെ ജീവനെയായിരിക്കും ചോദിക്കാൻ ചാൻസ്. അപ്പൊ പെലെയെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് നിങ്ങൾ നിർബന്ധമായിട്ടും മിനിമം ഇത്രയെങ്കിലും പഠിച്ചു വെക്കണം. ഓക്കെ, ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ജന്മമാണ്. 23 ഒക്ടോബർ 1940 ആര് ജനിച്ചിട്ടുള്ളത്? നമ്മുടെ ബ്രസീലിലാണ് നമ്മുടെ പെലെ ജനിച്ചിട്ടുള്ളത് എന്നുള്ള ആ ഡേറ്റ് കൃത്യമായിട്ട് ആലോചിച്ച് വെക്കുക. പിന്നെ പെഹല വിശ്വകപ്പ് അദ്ദേഹത്തിന് ബ്രസീൽ ഫാൻസ് ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു ഡേറ്റ് ആണ് ഇത്. നോക്കിക്കേ, 1958 ബ്രസീലിന് ആദ്യമായിട്ട് വേൾഡ് കപ്പ് കിട്ടുന്നുണ്ടായിരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ പെലെയ്ക്കും ആദ്യമായിട്ട് വേൾഡ് കപ്പ് കിട്ടുന്നത് എപ്പോഴാണ്? 1958 അതും 17ാമത്തെ വയസ്സിലാണ് എന്നുള്ള കാര്യം ആലോചിക്കുക. പിന്നെ അതിൽ നിർത്തിയിട്ടില്ല, 2 വേൾഡ് കപ്പ് കൂടി അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. 1962 1970 കിട്ടിയത്. ആ ഒരു വർഷം കൂടി മക്കൾ ആലോചിച്ച് വെക്കുക. പിന്നെ കുൽ ഗോൾ അല്ലെ, നമ്മുടെ പെലെ ഇത്ര ഗോൾ അടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ നമുക്ക് പറയുന്നുണ്ട്. 1279 ഗോൾ അടിച്ച വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹം ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ വരെ എത്തിയിട്ടുണ്ട്. അപ്പൊ അതും കൂടി മക്കളൊന്ന് ആലോചിച്ച് വെക്കുക. എന്നിട്ട് അദ്ദേഹത്തിന്റെ നിധൻ മീൻസ് എന്താണ്? അദ്ദേഹത്തിന്റെ മരണം എപ്പോഴാന്നുള്ള കാര്യം ആലോചിക്കുക. 29 ഡിസംബർ എന്താണ്? 2022 ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം ആലോചിക്കുക. മറന്നു പോരുത്, ഈ അടുത്താണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം ഈ ഡിസംബർ 2022 എന്നൊക്കെ പറയുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ഡേറ്റ് ആണ്. അത് ഒരിക്കലും എന്ത് ചെയ്ത് പഠിക്കാൻ മറന്നു പോകരുത്. അപ്പൊ എന്ത് ചെയ്യുക, ഇത്ര കാര്യമെങ്കിലും നമ്മുടെ പെലെയെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവണം, പരീക്ഷയ്ക്ക് എഴുതിയിട്ടുണ്ടാവണം. ചാച്ചാ, ബൈ ബൈ.